أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട നല്ല കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവൻ്റെ പരിശുദ്ധ ഖുർആൻ ഓതാനും പഠിക്കാനും മനഃപ്പാഠമാക്കാനൊക്കെ തൗഫീഖ് തരട്ടെ. ഖുർആൻ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പുണ്യകർമ്മമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുക, ഖുർആൻ കൂടുതൽ കൂടുതൽ ഹൃദയത്തിലുള്ള മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വല്ലാതെ ഇഷ്ടപ്പെടും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഖുർആൻ ഹിഫ്ള് ഉള്ള ആളുകളുണ്ടാവും. ഖുർആൻ ഹിഫ്ള് ആക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ 30 ജുസ്ഉം അല്ലേ ഹാഫിളീങ്ങൾ. മാഷാ അല്ലാഹ്, എന്തൊരു സൗഭാഗ്യമാണല്ലേ. ആണ് ഖുർആൻ 30 ജുസ്ഉം ഹിഫ്ളാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആദരവ് അയാൾക്ക് കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹാഫിളീങ്ങളെ? ഇല്ലേ? കണ്ടിട്ടുണ്ട്. പലരുടെയും വീട്ടിലുണ്ട്, പലരുടെയും കൂട്ടുകാരുണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ട് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹാഫിളീങ്ങൾക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും തൗഫീഖും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്കും ഖുർആൻ ഹിഫ്ളാക്കാൻ തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമ്മളും കഴിഞ്ഞ വർഷം കുറേ സൂറത്തുകളൊക്കെ ഹിഫ്ളാക്കിയിരുന്നു. എല്ലാവരും ഇവിടെ തന്നെ ശ്രദ്ധിക്കണം, ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. 3-ാം ക്ലാസ്സിൽ നിന്നും നിങ്ങൾ കുറേ പഠിച്ചിരുന്നു അല്ലേ? 2-ാം ക്ലാസ്സിൽ നിന്നും നിങ്ങൾ കുറേ ഹിഫ്ളാക്കി. 2-ാം ക്ലാസ്സിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ നോക്കി ഓതാനും പഠിച്ചു, കാണാതെ ഓതാനും പഠിച്ചു, പിന്നെ കുറേ സൂറത്തുകളും പഠിച്ചു. 3-ാം ക്ലാസ്സിലെത്തിയപ്പോഴോ കുറച്ചുകൂടെ സൂറത്തുകൾ പഠിച്ചു. 4-ാം ക്ലാസ്സിലെത്തിയപ്പോഴോ കുറച്ചുകൂടെ സൂറത്തുകളും അതുപോലെ ദിക്റുകളൊക്കെ പഠിച്ചു. കുറേ ദിക്റുകൾ പഠിച്ചു. അതൊക്കെ നിങ്ങളുടെ മനസ്സിലില്ലേ ഇപ്പോൾ? ഇല്ലേ? ആരും മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ? ഇല്ല. മാഷാ അല്ലാഹ്, നല്ല കുട്ടികൾ. അപ്പോൾ ആദ്യമായിട്ട് ഉസ്താദിന് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച സൂറത്തുകൾ അതുപോലെ ദിക്റുകൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉസ്താദുമാർക്ക് ശരിക്ക് കൃത്യമായി ഒന്ന് ഓതിയിട്ട് കേൾപ്പിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ 4-ാം ക്ലാസ് വരെ നിങ്ങൾ ഹിഫ്ളാക്കിയ സൂറത്തുകൾ കുറേ ഉണ്ട്, അതുപോലെ കുറേ ദുആഉം അതുപോലെ ദിക്റുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒരുമിച്ചല്ല കുറേശ്ശെ മനസ്സിലായോ? അത് നിങ്ങൾ ചെയ്യണം. അതെങ്ങനെയായിരിക്കണം? അത് കൃത്യമായിട്ടായിരിക്കണം, നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്. ഒരു ഉദാഹരണം പറയാം. സൂറത്തുൽ ഫാത്തിഹ മക്കളെല്ലാവരും ശ്രദ്ധിക്കണേ. സൂറത്തുൽ ഫാത്തിഹ 2-ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചു വന്നതല്ലേ? ആണ് അല്ല, 1-ാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണല്ലേ? ഓക്കെ. 3-ാം ക്ലാസ്സിൽ നിന്നും 4-ാം ക്ലാസ്സിൽ നിന്നൊക്കെ വീണ്ടും നമ്മൾ ഫാത്തിഹ ശരിക്കും പഠിച്ചിട്ടുണ്ട്, ഓർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എത്രാം ക്ലാസ്സിലാ? 5-ാം ക്ലാസ്സിലാണ്. എങ്ങനെയാണ് നമ്മൾ ഹിഫ്ള് ഓതേണ്ടത്, മനഃപ്പാഠമാക്കിയ സൂറത്തുകൾ ഓതേണ്ടത് എന്നൊരു ഉദാഹരണം പറഞ്ഞു തരാം. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓർക്കണേ മക്കളെ, നമ്മൾ ഓർക്കണേ, നിസ്കാരത്തിൽ നമ്മൾ 17 തവണ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ.
മുസ്ഹഫിലേക്ക് നോക്കി ഓതുമ്പോൾ ശരിക്ക് തെറ്റില്ലാതെ നല്ല വൃത്തിയായിട്ട് ഓതും. പിന്നെയോ അത് മനപ്പാഠം പഠിച്ചത് ഓതുമ്പോഴോ കുറച്ച് സ്പീഡ് കൂടിയിട്ട് ചില തെറ്റുകളൊക്കെ വന്നുകൂടും ചിലർക്ക്. അത് പറ്റില്ല. സ്പീഡിൽ ഓതാം, പക്ഷെ എന്തു പാടില്ല? തെറ്റുകൾ വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആദ്യം സൂറത്തുൽ ഫാത്തിഹ ഒന്ന് ഓതാം. എന്നിട്ട് ഇന്ന് നമുക്ക് പുതുതായിട്ട് ഒരു സൂറത്ത് തുടങ്ങാനുണ്ട്. അത് ഉസ്താദ് പറയും ഏത് സൂറത്താണ് എന്ന്. ആദ്യം ഫാത്തിഹ ഒന്ന് ഓതിത്തരാം. ഇതുപോലെ ആയിരിക്കണം മക്കളെ ഉസ്താദുമാർക്ക് ഓതിക്കൊടുക്കേണ്ടത്. ഏതെല്ലാം? ഇപ്പോൾ ഉസ്താദ് ഓതിത്തരുന്നതും അതിനു പുറമെ കഴിഞ്ഞ വർഷം നിങ്ങൾ ഓതിപ്പഠിച്ചതൊക്കെ എല്ലാം ഒരു ദിവസം ഒരുമിച്ച് ഓതി കൊടുക്കരുതേ. അല്പാൽപ്പം, കുറേശ്ശെ കേട്ടോ. ചെറിയ ചെറിയ സൂറത്തുകളായിരിക്കുമല്ലോ, അത് ഒരു ദിവസം ഒന്ന്, അടുത്ത ദിവസം വേറെ ഒന്ന്, ഇങ്ങനെ കേട്ടോ. ഓക്കെ. എങ്ങനെയായിരിക്കണം? ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ഹഫിലേക്ക് നോക്കിയിട്ടാണെങ്കിലും നോക്കാതെയാണെങ്കിലും ഒക്കെ ശരിക്കും അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം, മദ്ദുകളും ശദ്ദുകളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട്. ഫാത്തിഹ കേട്ടോളൂ കേട്ടോ. എല്ലാവരും ഒന്ന് കേട്ടിരുന്നാൽ മതിയേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. കേട്ടില്ലേ? കേട്ടു. ഉസ്താദ് വളരെ സാവധാനത്തിലാണ് ഓതിയത്? അല്ല, കുറച്ച് സ്പീഡിലല്ലേ? ആണ്. എന്നാലോ എല്ലാ അക്ഷരങ്ങളും നിയമങ്ങളും മദ്ദൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ല്ലേ നീട്ടി ഒക്കെ നീട്ടി നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഓതിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഓതേണ്ടത്. നിങ്ങൾ ഉസ്താദുമാർക്ക് വദ്ദുഹ സൂറത്ത് ഓതി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കണം. നോക്കൂട്ടോ, എല്ലാവരും കേട്ടോളേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അങ്ങനെ ആയിരിക്കണം. ഇതുപോലെ തന്നെ അലം നശ്റഹ് അങ്ങനെ തന്നെ ഓതി കൊടുക്കണം. അതാണ് ഉസ്താദ് പറഞ്ഞത്, ഒരുമിച്ച് ഓതിക്കൊടുക്കരുത്. ഓരോ സൂറത്ത് ഓരോന്ന് ഉസ്താദുമാർക്ക് ഓതിയിട്ട് ശരിക്കും വൃത്തിയായിട്ട് ഓതണം. ഓക്കെ. ഉസ്താദ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഫാത്തിഹയും ഇങ്ങനെ തന്നെയാണ് ഓതിക്കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഇന്ന് തുടങ്ങുന്ന സൂറത്ത് നോക്കൂ മക്കളെ, ഖൽബുൽ ഖുർആൻ എന്ന സ്ഥാനപ്പേരുള്ള സൂറത്താണ്. എന്താണ് ഖൽബ്? എന്താ ഖൽബ് എന്ന് പറഞ്ഞാല്? ഖൽബ് ഹൃദയം. മാഷാ അല്ലാഹ്. ആരാണ് പറഞ്ഞത്? ഹൃദയം. നിങ്ങൾക്ക് അറിയാലേ? ഖൽബ് നമുക്കൊക്കെ എന്തുണ്ട്? ഹൃദയമുണ്ട്, ഖൽബുണ്ട് അല്ലേ? ഖൽബ് നന്നായാൽ നമ്മൾ മൊത്തം നന്നായി. ഖൽബ് കേടുവന്നാലോ നമ്മൾ മൊത്തം കേടുവന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഖൽബ് എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. അല്ലേ? ആണ്. എന്തായിരുന്നു? ഖൽബ്. ഖുർആനിനുണ്ട് ഖൽബ്. ഖുർആനിനുണ്ട് ഖൽബ്. ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹാർട്ട്, ഹൃദയം ഏതാണെന്നറിയോ? സൂറത്തു യാസീൻ. മാഷാ അല്ലാഹ്. ആരൊക്കെയോ പറയുന്നുണ്ട്. ഏതാണ്? സൂറത്തു യാസീൻ. അത് നമ്മൾ ഹിഫ്ളാക്കാൻ പോവാ.
ഖൽബുൽ ഖുർആൻ. എല്ലാ ദിവസവും ഓതേണ്ട സൂറത്താണ് സൂറത്തു യാസീൻ. മക്കളെ നിങ്ങൾ നോക്കണേ, തെറ്റില്ലാതെ അദബുകളൊക്കെ പാലിച്ച്, ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് അദബുകളുണ്ട് അല്ലേ, കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പാലിച്ച് ഒരു തെറ്റുമില്ലാതെ ശരിക്ക് ഒരാൾ ഒരു യാസീൻ സൂറത്ത് പാരായണം ചെയ്താൽ നിങ്ങൾക്കറിയോ 12 തവണ ഖുർആൻ ഖത്മ് ചെയ്ത പ്രതിഫലമാണ്. ഒരുപാട് തവണ ഖുർആൻ ഖത്മ് ചെയ്ത പ്രതിഫലം ഹദീസിൽ കാണാം. ഒരുപാട് റിവായത്തുകൾ, റിപ്പോർട്ടുകൾ അത് സംബന്ധമായിട്ട് ഹദീസിൽ കാണാൻ കഴിയും. അതിനെങ്ങനെയായിരിക്കണം സൂറത്ത് യാസീൻ പാരായണം ചെയ്യേണ്ടത്? അതെ, ഒരു തെറ്റുമില്ലാതെ പാരായണം നിയമപ്രകാരമിലാവണം, പരൻ തന്ന വചനമിതെന്ന ഓർമ്മയിലാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി തന്ന വചനങ്ങളാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഇത് എന്ന ഓർമ്മയിൽ നിയമപ്രകാരം ഓതണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സൂറത്തു യാസീൻ ഒരു തെറ്റും ഇല്ലാതെ ഹിഫ്ളാക്കിയാൽ എത്ര സൗഭാഗ്യം അല്ലേ? അതുകൊണ്ട് എല്ലാവരും തീരുമാനിക്കുക, ഒരു തെറ്റുമില്ലാതെ സൂറത്തു യാസീൻ ഞാൻ ഹിഫ്ളാക്കും. തീരുമാനിച്ചൂടെ? തീരുമാനിക്കാം. അപ്പോ ആരോ ചോദിക്കുന്നുണ്ടോ, നാളേക്ക് സൂറത്ത് യാസീൻ മുഴുവൻ ഹിഫ്ളാക്കുക? അങ്ങനെ ഇല്ലല്ല, അങ്ങനെ ആരും ചോദിക്കൂല അല്ലേ? ഇല്ലല്ല, കുറേശ്ശെ. ഇന്ന് നമ്മൾ 8 ആയത്തുകളാണ് ഹിഫ്ളാക്കുന്നത്. ഇനി നമുക്ക്, മക്കളെ ശ്രദ്ധിക്കണേ, ഇനി നമുക്ക് ഹിഫ്ളിൻ്റെ പീരീഡ് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോഴേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഇപ്പം സൂറത്ത് യാസീൻ്റെ തുടക്കമാണ് അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ ആയത്തുകളൊക്കെ വരും. അപ്പം നമുക്ക് ആയത്തുകളുടെ എണ്ണം കുറക്കാം. ഇപ്പം നമുക്ക് 8 ആയത്തുകൾ. എന്താ ഇത്? നാളെ തന്നെ ഓതി കൊടുക്കാനുള്ളതല്ല ഉസ്താദന്മാർക്ക്. നന്നായി പഠിച്ച് വൈകാതെ ഓതി കൊടുത്താൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്. എന്താണെന്നറിയോ? ഉസ്താദ് ഓതിത്തരുന്ന ഈ ആയത്തുകൾ ഇങ്ങനെ തന്നെ ഹിഫ്ളാക്കണം. എല്ലാ നിയമങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഹാർട്ടില്ലേ? ഹാർട്ടല്ലേ ഹൃദയം അല്ലേ? ഹാർട്ടിന് അറ്റാക്ക് വരാൻ പറ്റുമോ? ഇല്ല. ബ്ലോക്ക് വരാൻ പറ്റുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തി രക്ഷിക്കട്ടെ. ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിന് ബ്ലോക്ക് പോലുള്ള ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫ നൽകട്ടെ. അപ്പൊ ഖുർആനിന്റെ ഹാർട്ടാകുന്ന യാസീനിനും അറ്റാക്ക് വരാൻ പാടില്ല, ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല, ബ്ലോക്ക് വരാൻ പാടില്ല, ഒരു നിയമവും പാഴായി പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഒന്നോർക്കണേ, ഖുർആന്റെ ഹാർട്ടായ യാസീൻ അറ്റാക്ക് ബ്ലോക്ക് വരാതെ കാക്കൂ യാസീൻ. പറഞ്ഞ മനസ്സിലായോ? ഖുർആനിന്റെ ഹാർട്ടാകുന്ന യാസീനിന് ബ്ലോക്കും അറ്റാക്കും ഒന്നും വരാൻ പാടില്ല, ഒരു തെറ്റുണ്ടാവാൻ പാടില്ല. നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഒന്നോർക്കണേ, ഖുർആന്റെ ഹാർട്ടായ യാസീൻ അറ്റാക്ക് ബ്ലോക്ക് വരാതെ കാക്കൂ യാസീൻ. നമ്മൾ സൂറത്ത് യാസീൻ അങ്ങനെ ഓതി പഠിക്കാം കേട്ടോ. മുസ്ഹഫില്ലേ നിങ്ങളുടെ അടുത്ത്? വേണം. ഹിഫ്ളിന്റെ പീരീഡിലും മുസ്ഹഫ് വേണം. എന്നിട്ട് ഉസ്താദ് ആദ്യം 1-2 തവണ ഓതിത്തരും ഹിഫ്ളാക്കേണ്ട ഭാഗം. എന്നിട്ട് നമ്മൾ ഒരുമിച്ചൊന്ന് അങ്ങ് ഓതും. എന്നിട്ട് നമ്മൾ ഹിഫ്ളായിട്ട് അങ്ങനെ ഓതി അങ്ങ് പഠിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാവരും എടുത്തോളൂ യാസീൻ. എടുത്തു എല്ലാവരും. എന്നാ ഉസ്താദ് ഓതട്ടെ. ശ്രദ്ധിക്കണേ എല്ലാവരും. മുസ്ഹഫിലേക്ക് നോക്കണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون
لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. കേട്ടല്ലോ എല്ലാവരും? ശ്രദ്ധിക്കണേ. ഒന്നുകൂടെ ഓതാൻ പോകണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. ഇനി ഉസ്താദിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓതി വരണം കേട്ടോ. മുസ്ഹഫിലേക്ക് തന്നെ നോക്കണം, ഉസ്താദിൻ്റെ കൂടെ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. കഴിയില്ലേ? കഴിയും ഇൻഷാ അല്ലാഹ്. നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ. ഉസ്താദ് ഓതിയത് കേട്ടോ നിങ്ങൾ? യാസീൻ അങ്ങനെ തന്നെ ഓതണം. യാസീൻ നീട്ടി ഓതണം, അല്ലാതെ യാസീൻ പറ്റൂല. യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന് ഓതാൻ പറ്റൂല. എന്തേ? സീൻ മദ്ദുൽ ലാസിമാണ്. മദ്ദുൽ ലാസിം 3 അലിഫിന്റെ ഖദർ അഥവാ 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. യാസീൻ വൽ ഖുർആനി പാടില്ല. പറഞ്ഞേ പാടില്ല. അങ്ങനെ തന്നെ. അപ്പൊ എങ്ങനെ വേണം? യാസീൻ والقرآن الحكيم ഉസ്താദിന്റെ കൂടെ والقرآن الحكيم ഫസ്റ്റ് മുതൽ യാസീൻ والقرآن الحكيم إنك لمن المرسلين 3 തവണ إنك لمن المرسلين إنك لمن المرسلين അടുത്ത ആയത്ത് على صراط مستقيم على صراط مستقيم അടുത്ത ആയത്ത് تنزيل العزيز الرحيم تنزيل പോരാ تنزيل العزيز الرحيم രണ്ട് തവണ تنزيل العزيز الرحيم تنزيل العزيز الرحيم അടുത്ത ആയത്ത് لتنذر قوما ما أنذر آباؤهم فهم غافلون എങ്ങനെ لتنذر قوما ما أنذر آباؤهم فهم غافلون ഒന്നുകൂടെ
لتنذر قوما ما أنذر آباؤهم فهم غافلون. ഒരുമിച്ച് لتنذر قوما ما أنذر آباؤهم فهم غافلون. എന്തെല്ലാം ശ്രദ്ധിച്ചു? لتنذر قوما ما أنذر ആബാഉഹും മദ്ദുകൾ, ഒരുപാട് നിയമങ്ങൾ. കഴിഞ്ഞ വർഷം നമ്മൾ ഇഖ്ഫാഉം ഇൽഹാറും ഇദ്ഗാമും ബിഗുന്നഹ് ഒക്കെ പഠിച്ചില്ലേ? അതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഹിഫ്ള് പഠിക്കുമ്പോഴും വേണം, ഓതുമ്പോഴും വേണം. ഓക്കെ, ഇനി ഫസ്റ്റ് മുതൽ തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون لقد حق القول على أكثرهم فهم لا يؤمنون. ഒന്നുകൂടെ, لقد حق القول എങ്ങനെയാ? لقد حق القول എങ്ങനെയാ? لقد حق القول حق لقد حق القول على أكثرهم فهم لا يؤمنون. ഒന്നുകൂടെ, لقد حق القول على أكثرهم فهم لا يؤمنون. ഒന്നുകൂടെ, لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. എങ്ങനെ? إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. നോക്കൂ മക്കളെ, إنا جعلنا في أعناقهم ഓതി യെസ് في أعناقهم ല്ലേ أغلالا فهي ഓതിക്കേ أغلالا فهي إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهي إلى الأذقان فهم مقمحون. ഓക്കെ, അത്ര ആയത്തുകളാണ് നമ്മൾ ഓതിയത് കേട്ടോ. അപ്പോൾ ഉസ്താദ് ഒന്ന് ഓതിത്തരാം, അത് കേട്ട് നിങ്ങൾ ഇനി ഒന്ന് ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതു. യാസീൻ. എല്ലാവരും ഓതണം, എല്ലാവരും ഓതണം. ഒന്ന് ഒരു തവണ കൂടെ. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഓതു. ഇന്നക ലമിനൽ മുർസലീൻ على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. മക്കളെ മദ്ദുകൾ ഇഖ്ഫാകൾ ഇദ്ഗാം ബിഗുന്നഹ് ഒന്നുകൂടെ കേട്ടോളൂ. لتنذر قوما ما أنذر آباؤهم فهم غافلون.
لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. ഒന്നുകൂടെ إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. ഒരിക്കൽ ഉസ്താദിന്റെ കൂടെ ശരി ഓക്കെ. ഒരുമിച്ച് إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. സദഖല്ലാഹുൽ അലീം. 8 ആയത്തുകൾ നമ്മൾ ഓതി ഇൻഷാ അല്ലാഹ്. ഇത് നിങ്ങൾ ഹിഫ്ലാക്കണം, ശരിക്ക് ഉസ്താദ് ഓതി തന്നതുപോലെ ഹിഫ്ലാക്കണം. ഓക്കെ, എന്നിട്ട് ഉസ്താദുമാർക്ക് ഓതി കൊടുക്കണം ഇൻഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ തവണ ഹിഫ്ലാക്കിയ സൂറത്തുകളൊക്കെ നിങ്ങൾ ഓർത്തെടുക്കണം, കൃത്യമായിട്ട് ഓതണം. സൗകര്യം പോലെ ഉസ്താദുമാർക്ക് നിങ്ങൾ ഓതിയിട്ടൊക്കെ അയച്ചു കൊടുക്കണം. തെറ്റുകളുണ്ടെങ്കിൽ ഉസ്താദുമാരൊക്കെ തിരുത്തി തരും ഇൻഷാ അല്ലാഹ്. കേട്ടോ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام